ആരാ? ആ എൻ്റെ പേര് ഗൗതം എന്നായിരുന്നു. ഇത് റൈറ്റർ ഋഷി സാറിൻ്റെ വീടല്ലേ? അതെ. ഒന്ന് കാണാൻ വന്നേ, കാണാൻ പറ്റുമോ? ഞാനൊന്ന് ചോദിച്ചിട്ട് പറയാം. എന്തേ? ഒരാൾ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. വരാൻ പറ. അദ്ദേഹം വരാൻ പറഞ്ഞു. ഇവിടെയാട്ടോ. താങ്ക് യു. ഹായ് സാർ, എൻ്റെ പേര് ഗൗതം എന്നായിരുന്നു. ഞാൻ സാറിൻ്റെ ഒരു വലിയ ആരാധകനാണ്. സാറിന് ആക്സിഡൻറ്റ് അറിഞ്ഞായിരുന്നു, പിന്നെ അപ്ഡേറ്റ്സ് ഒന്നും കിട്ടിയില്ല. ഇപ്പോൾ വീട്ടിലോട്ട് മാറി അറിഞ്ഞിട്ട് ഞാൻ ഇന്ന് കാണാൻ വന്നു. ഇരിക്കും. സന്തോഷം. പേരെന്താ പറഞ്ഞേ? ഗൗതം. ഗൗതം എന്ത് ചെയ്യുന്നു? ഞാനും ചെറുതായിട്ടൊരു റൈറ്ററൊക്കെ എഴുതിയിട്ടുണ്ടോ അതോ? ചെറുതായി എഴുതി തുടങ്ങുന്നു. പബ്ലിഷ് ആയിട്ടില്ല. സാറിൻ്റെ ലേറ്റസ്റ്റ് ബുക്ക് ഞാൻ ഈ അടുത്ത് വായിച്ചേ ഉള്ളൂ. അതിൽ സാറിൻ്റെ വ്യൂസും വിഷനും ഐഡിയോളജിയൊക്കെ എനിക്ക് ഭയങ്കര യുണീക്കായിട്ട് തോന്നി. സാറിൻ്റെ മെയിൽ ഷോവിനിസത്തിനെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു സ്റ്റൈലും, പൊതുവെ റൈറ്റേഴ്സൊക്കെ ഫെമിനിസത്തിനെ സപ്പോർട്ട് ചെയ്തിട്ടായിരുന്നു, പക്ഷേ സാറിൻ്റെ ഒരു മെയിൽ ഷോവിനിസത്തിനെ വിമർശിക്കുന്നത് ഒരു യുണീക്കായിട്ട് തോന്നി. അത് ഒരു സ്ട്രോങ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തോന്നി. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ബുക്ക് ഇത്ര ബെസ്റ്റ് സെല്ലർ ആയതും. പിന്നെ അത് നേരിട്ട് കണ്ടൊന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യാനും കൂടെയാണ് ഞാൻ ഇന്ന് ഇവിടെ എത്തിയത്. അതെ, ഒരുപാട് പേര് വായിച്ചത് എല്ലാവർക്കും പറഞ്ഞു ഇഷ്ടപ്പെട്ടു. ഒരു കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക് ആണെങ്കിൽ പോലും ഇത്രയും ആൾക്കാർ സ്വീകരിക്കുന്ന ഞാൻ വിചാരിച്ചില്ല. എൻ്റെ ഒരു പിന്നെ ലൈഫ് ഫിലോസഫി അങ്ങോട്ട് റെപ്ലിക്കേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു, ഒരു പുതിയൊരു ടോപ്പിക്കായിട്ട്. പക്ഷേ ഈ പുസ്തകം മാത്രമല്ല, സാറിൻ്റെ മിക്ക പുസ്തകവും എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ ഈ പുസ്തകത്തിൽ സാറിൻ്റെ ഫസ്റ്റ് ടൈം ഒരു നോൺ ഫിക്ഷൻ സ്റ്റൈൽ വന്നല്ലോ. ചായ ആവാലോ അല്ലേ? ആവാം സാർ. എഴുതുമെന്ന് പറഞ്ഞല്ലോ. ഏത് ടോപ്പിക്സ് അപ്പോൾ എഴുതുന്നത്? അങ്ങനെയൊന്നുമില്ല, ഇപ്പം സാറിൻ്റെ ടോപ്പിക്സിന് ചെറിയ ടച്ചൊക്കെ ചെയ്ത് ഒരു നോൺ ഫിക്ഷൻ ബുക്ക് തന്നെ ഇറക്കാനാണ് പ്ലാൻ. ഇപ്പോൾ ഈ ഒരു ടോപ്പിക്കല്ലേ ഇഷ്ടപ്പെട്ട, ഒരു മെയിൽ ഷോവിനിസത്തിനെ പറ്റിയുള്ള ഒരു ക്രിറ്റിക്സ്. അപ്പോൾ അത് തന്നെ എടുത്തോടെ. നിങ്ങളെപ്പോലത്തെ യങ്സ്റ്റേഴ്സൊക്കെ ഇനിയും ആൾക്കാർ ഇതിലൂടെ ഈ ഒരു ടോപ്പിക്ക് പബ്ലിഷ് ചെയ്യുമ്പോഴാണ് കൂടുതലും നമ്മളിപ്പോൾ ഈ റിക്വസ്റ്റഡ് ആയിട്ടുള്ള ഈ ഒരു ഇതിൻ്റെ കോൺസെപ്റ്റ് തന്നെ ആൾക്കാർക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കുക, സാറിൻ്റെ നെക്സ്റ്റ് വർക്കും ഇതേ ടോപ്പിക്സ് ഒക്കെ തന്നെയായിരിക്കും കവർ ചെയ്യണത്? ഫ്രാങ്ക്, എനിക്ക് ഈ ഒരു ടോപ്പിക്കിന് ഇത്ര അപ്രിസിയേഷൻ കിട്ടുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചത്. സോ ബേസ്ഡ് ഓൺ ദ റെസ്പോൺസ് എൻ്റെ ലൈഫിൽ നിന്ന് സിമിലർ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ടോപ്പിക് എടുക്കാനാണ്. അത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും സാർ. സോ ഇതേ ഒരു റെസ്പോൺസ് ഇനിയും കിട്ടുന്ന വിചാരിക്കുന്നു. ഞങ്ങൾ ആരാധകരും സാറിൽ നിന്ന് ഇങ്ങനത്തെ ലൈഫ് എക്സ്പീരിയൻസ് ഒക്കെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആക്ച്വലി നിങ്ങളെപ്പോലുള്ള ആൾക്കാരാണ് എന്നെ പുതിയ ടോപ്പിക്സ് ഒക്കെ ട്രൈ ഔട്ട് ചെയ്യാൻ വേണ്ടി പ്രതീക്ഷിക്കുന്നത്. സാറിൻ്റെ ഓട്ടോഗ്രാഫ് വേണമെന്നുണ്ടായിരുന്നു, പക്ഷേ പെട്ടെന്ന് വന്ന സമയത്ത് ഞാൻ ബുക്കും പേപ്പറൊന്നും എടുക്കാൻ മറന്നുപോയി. അത് സാരമില്ല, നമുക്ക് വഴി ഉണ്ടാക്കാം. You can dream it, you can achieve it. താങ്ക് യു സാർ. ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും എഴുത്തുകാരനെ വരട്ടെ. മാം, കപ്പ്. ഇതൊക്കെ സാറിന് കിട്ടിയ അവാർഡ്സ് ആണല്ലേ? അതെ. മാം ഡാൻസർ ആയിരുന്നോ? പണ്ട്. അതെന്ത് പറ്റി? സാറോ? നിങ്ങൾ വായിച്ചു കാണുമല്ലോ, ഓൾ ഈസ് എ മാസ്ക് ദാറ്റ്സ് നോൺ ബൈ നൺ. നമ്മൾ കാണും പോലെയൊന്നും അല്ല ആൾക്കാരുടെ ജീവിതം. എല്ലാവരും മുഖംമൂടിയല്ലേ. മുഖംമൂടിയിട്ട് എഴുതാനും പ്രസംഗിക്കാനും ഒക്കെ പറ്റും, പക്ഷേ സോറി മാം.